പിറന്ന മണ്ണിൽ ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ഈ മാർഗത്തിൽ തന്നെ മുന്നോട്ടു പോകും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗമാണിത്. ഈ മാർഗത്തിൽ ജീവനർപ്പിച്ചവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കൂരിരുട്ടുള്ള തുരങ്കത്തിന്റെ അകത്ത് വെളിച്ചമുണ്ട്. മുഴുവൻ പലസ്തീനും മസ്ജിദുൽ അഖ്സയും മോചിപ്പിക്കുന്നതുവരെ ഹമാസ് പോരാട്ടം നിർത്തിവെക്കില്ല. ശൈഖ്, അവർ ബാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അള്ളാഹുവിൽ നിന്നാണ് നാം, അവനിലേക്കാണ് നാം മടങ്ങേണ്ടത്. ബാപ്പ, അവർ അങ്ങേ മോനറിയാലോ ബാപ്പയുടെ അന്ത്യാഭിലാഷം. ചെല്ല് ചെല്ല്, ആഘോഷിക്ക്. جينا نعيدكم بالعيد بنسأل
ആയില്ലേ? വാ പോകാം. അങ്കിളെ, എല്ലായിടത്തും ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, അതാരാ? അതോ ഫലസ്തീൻ ജനതയുടെ വിമോചക നായകൻ ഷെയ്ഖ് അഹമ്മദ് യാസീൻ. അതുല്യമായ ബുദ്ധിയും ജ്ഞാനവും പിറന്ന മണ്ണിന് സമർപ്പിച്ച് വീരമൃത്യു വരിച്ച മഹാവ്യക്തിത്വം. അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ അബ്ദുൽ അസീസ് റംദീസി നേതൃത്വം ഏറ്റെടുത്തു. ആ നായകനെയും അതേ വർഷം തന്നെ മൊസാദ് മൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് മഹിതമായ ഉത്തരവാദിത്വം ഖാലിദ് മിഷാലിനെയാണ് ഏൽപ്പിക്കപ്പെട്ടത്. അത് അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെ? അതന്വേഷിക്കണ്ട. ഇവിടെ നടക്കുന്ന എല്ലാ വിമോചന മുന്നേറ്റങ്ങൾക്കും പിറകിൽ അദ്ദേഹമുണ്ട്. മരണം ഭയന്നിട്ടാണോ മറിഞ്ഞു നിൽക്കുന്നത്? അല്ല, ഉമ്മ, ഞാൻ അള്ളാഹുവോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ഉമ്മ ആമീൻ പറയണം. എന്താ ഖാലിദേ? ഫലസ്തീന് വേണ്ടി രക്തസാക്ഷിയാവണമെന്ന ആഗ്രഹം സഫലമാക്കി തരണേ നാഥ. ഇല്ല മോനെ, ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ ഈ ഉമ്മക്കാവൂല. ഉമ്മ ആമീൻ പറയണം. ഉമ്മാന്റെ മോന് സ്വർഗം കിട്ടണമെന്ന് ഉമ്മാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്റെ മോനെ വാർദ്ധക്യത്തിൽ രക്തസാക്ഷിയായാ മതി. അബൂബൈദ. അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. അബൂബൈദ, നീ ഒരു ജിന്നാണെന്നാ സിയോണിസ്റ്റുകൾ പറയുന്നത്. നോക്കുന്നിടത്തെല്ലാം നീയുണ്ട്, എന്നാലോ ആർക്കും നിന്നെ പിടിക്കാനാവുന്നുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മോനെ, എന്റെ മോൻ ഖാലിദ് വലിയ നേതാവാ. നീ പോരാട്ടത്തിന്റെ കമാൻഡറും. നിങ്ങളൊക്കെ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് കാണാനാ ഈ ഉമ്മയുടെ പ്രാർത്ഥന. അതിനിവിടെ എന്തുണ്ടായി ഉമ്മു ഖാലിദ്? എന്റെ മോൻ പറയാ, ഓൻ പെട്ടെന്ന് ഷഹീദാവാൻ ഞാൻ പ്രാർത്ഥിക്കണോന്ന്. ജീവനേക്കാളേറെ സ്നേഹിച്ച് വളർത്തുന്ന മക്കൾ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നത് ഏതു മാതാവാ സഹിക്കുക? കരയും കടലും ആകാശവും ഉപയോഗിച്ച് ഒരു ദേശത്തെ മുഴുവൻ കുരുതിക്കളമാക്കുന്നവരെ വിശ്വാസത്തിന്റെ കരുത്തിൽ ചെറുത്തു നിൽക്കുന്നവർക്ക് മറ്റെന്താണ് കൊതിക്കാനാവുക? ശരിയാണ്. പാരതന്ത്രത്തിന്റെ ചങ്ങലക്കുള്ളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിടയുന്ന ഒരു ജനതയാണ് നാം. ധീരരായ പോരാളികളെ പെറ്റുവളർത്തിയ ഉമ്മമാർ സൗഭാഗ്യവതികളാണ്. ഉമ്മ അകത്തേക്ക് പോകൂ. മരണത്തെ അവർക്ക് തീരെ ഭയമില്ല അല്ലേ? നാട്ടിനൊരു സ്വൈര്യവും തരാതെ ആ കിരാതക്കൂട്ടം യുദ്ധം തുടരുകയാണ്. ഏതാക്രമണവും നേരിടാൻ നമ്മുടെ നാട് കരുത്താർജിക്കുകയാണ്. بالصوت الهدار
ഉയർത്തും ഞങ്ങൾ പിന്നിൻ നേരിൻ കാലം, വെല്ലും ഞങ്ങൾ അസ്വാതന്ത്ര്യ ചങ്ങല പൊട്ടിച്ചകിലം. പടഹകാഹളം പൊരുതും നാടിതിൻ വിജയഭേരികൾ ഉയരട്ടെ. പകരുമീ വിധം സമരചോദനം ജന്മനാടിത് ഉണരട്ടെ. തൂഫാനുൽ അഖ്സ ഇത് പോരിൻ പുതുഘട്ടം. തൂമഞ്ഞിൽ ചിരിതൂകും നേരിൽ നിറവെട്ടം. യാ ഫലസ്തീൻ ഫലസ്തീൻ യാ ഫലസ്തീൻ, യാ ഫലസ്തീൻ ഫലസ്തീൻ യാ ഫലസ്തീൻ. പടരും മരുതുകളെ തടയും ഒരു നിരയിൽ, പടഹമടികൾ ഇതിൽ ഉണരും ഒരു ധ്വനിയിൽ, പതിവ് പകലിരവിൽ തുടരും ഒരു രണമിൽ. പോരാട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാമു അലാ ശുഹദാ. പടഹകാഹളം പൊരുതും നാടിതിൻ വിജയഭേരികൾ ഉയരട്ടെ. പകരുമീ വിധം സമരചോദനം ജന്മനാടിത് ഉണരട്ടെ. انهض للثورة والثار، انهض كهبوب الأعصار، وارجم أعداءك بالنار، واهتف بالصوت الهدار. الثورة تاج الأحرار. ശതകങ്ങൾ ഈ മണ്ണിൽ വേരുള്ളവർ നമ്മൾ, ഗതകാല സ്മൃതി തന്നിൽ പൊരുതുന്നവർ നമ്മൾ. യാ ഫലസ്തീൻ ഫലസ്തീൻ യാ ഫലസ്തീൻ, യാ ഫലസ്തീൻ ഫലസ്തീൻ യാ ഫലസ്തീൻ. കരളിൽ ഉരുകുന്ന കഥനക്കഥകളിതിൽ, കരയുമിഴികളിലെ കനലിലെരിയും ഒരു കനവ് പുലരും, അതിൽ വഴിയിൽ തുടരും ഒരു പോരാട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാമു അലാ ശുഹദാ. പടഹകാഹളം പൊരുതും നാടിതിൻ വിജയഭേരികൾ ഉയരട്ടെ. പകരുമീ വിധം സമരചോദനം ജന്മനാടിത് ഉണരട്ടെ. വെന്നിക്കൊടികൾ ഉയർത്തും ഞങ്ങൾ വിണ്ണിൻ നേരിൻ കാലം, വെല്ലും ഞങ്ങൾ അസ്വാതന്ത്ര്യ ചങ്ങല പൊട്ടിച്ചകിലം. പടഹകാഹളം പൊരുതും നാടിതിൻ വിജയഭേരികൾ ഉയരട്ടെ. പകരുമീ വിധം സമരചോദനം ജന്മനാടിത് ഉണരട്ടെ. വെള്ളം, ബ്രെഡ്, കുബൂസ്, കഫൻ തുണി, കവണ, മിഠായി. വെള്ളം, ബ്രെഡ്, കുബൂസ്, കഫൻ തുണി, കവണ, മിഠായി. വെള്ളം, ബ്രെഡ്, കുബൂസ്, കഫൻ തുണി, കവണ, മിഠായി. എന്താ, ഒന്നും വേണ്ടേ? മിഠായിയോ കുബൂസോ ബ്രെഡോ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങി വേഗം വീട്ടിൽ പോയിക്കോ. അതിന് ഞങ്ങൾക്ക് വീടില്ലല്ലോ. അല്ലാ, മക്കള് വാ, മിഠായി തരാലോ. മിഠായി വേണ്ട, കവണയും കല്ലും തരുവോ?
ആ ആർക്കൊക്കെയാ വേണ്ടത്? എനിക്ക് വേണം. എനിക്കും. നിനക്ക് വേണ്ടേ? എനിക്കും വേണം. കല്ലും കവണയും. കാശ് കൊടുത്തോ? ഞങ്ങളടുത്ത് കാശില്ല. ഇതാ. വെള്ളം, ബ്രെഡ്, കുബൂസ്, കഫൻ തുണി, കവണ, മിഠായി. വെള്ളം, ബ്രെഡ്, കുബൂസ്, കഫൻ തുണി, കവണ, മിഠായി. അബു അബ്ബാസ്, 2 കഫൻ തുണി. ഒന്ന് ചെറുത് മതി. ആരാ? ഭർത്താവ, ചെറിയ മോനും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്കരിക്കാൻ പോയത് അവരെ അവർ. കരയേണ്ട മോളെ, അവർ സന്തോഷത്തോടെ റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തിയില്ലേ? ആ മോള് പോട്ടെ, അടുത്ത ബോംബ് വീണ് കത്തിച്ചാമ്പലാകുന്നതിന് മുമ്പ് എനിക്ക് അവരെ കബറടക്കണം. ഇതെനിക്ക് വേണം. പത്ത, അതെനിക്കുള്ളതാ. അതിന് താങ്കൾ മരിച്ചിട്ടില്ലല്ലോ. നമ്മളെന്താ സുഹൃത്തെ, എന്നും ജീവിച്ചിരിക്കുവോ? അതും ഈ ഗസയിൽ. ശരിയാ, എനിക്ക് വേറൊന്ന് തന്നോളൂ. ആർക്കാ? സർജറി കഴിഞ്ഞു കിടക്കുന്ന അനുജൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവന് ഓടി രക്ഷപ്പെടാനാവില്ലല്ലോ. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് കിട്ടിയാൽ അവനെ ഒന്ന് മറമാടാമായിരുന്നു. ഇതെന്താ? ഇസ്രായേൽ പട്ടാളത്തെ ഞാൻ. ആ ആ ആ, ആ. എന്റെ മോൻ ഇപ്പൊ അതവിടെ വെക്ക്. അവരിപ്പോ മോന്റെ മുമ്പിൽ ഇല്ലല്ലോ. നിങ്ങക്ക് ഈ കവണ തന്ന ആളെ അറിയാവോ? അറിയാം, അബു അബ്ബാസ്. അത്രേ അറിയൂ? പിന്നെന്താ? അദ്ദേഹം ഈ നാട്ടിലെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. 100 കണക്കിന് ജോലിക്കാരും പരിചാരകരും ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ചുരുക്കി പറഞ്ഞ ഖാൻ യൂനിസിൽ ഒരു പ്രദേശം തന്നെ അടക്കി ഭരിച്ചിരുന്നതാ. എന്നിട്ട് ഇസ്രയേൽ സേനയുടെ തീമഴ പെയ്ത്തിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാകെ എരിഞ്ഞമർന്നുപോയി. ഉറ്റവരും ഉടയവരും സർവസമ്പത്തും നഷ്ടപ്പെട്ട് തീർത്തും ഒറ്റപ്പെട്ടുപോയി. ആ ഹതഭാഗ്യം. ഫലസ്തീനികൾക്ക് ദുരന്ത കഥകളേയുള്ളൂ. സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശം നടത്തുന്ന ഏത് ദേശത്തും സ്വദേശികൾ കൊടും ദുരന്തത്തിലായിരിക്കും. ഇതൊക്കെ എന്നാ അവസാനിക്കുക? അതിനാണ് നമ്മൾ ജീവൻ കൊടുത്തും പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മരിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തായാലും ജീവിച്ചിരിക്കണം. എന്റെ കഥ പറയാൻ, എന്റെ വസ്തുക്കൾ വിറ്റഴിക്കാൻ. എന്നിട്ടതുകൊണ്ട് ഒരു കഷണം തുണിയും കുറച്ച് നൂലുകളും വാങ്ങാൻ. എന്നിട്ട് വെളുത്ത നീണ്ട വാലുള്ളൊരു പട്ടമുണ്ടാക്കണം. അതെന്തിനാണെന്നോ, ഗസയിൽ എവിടെയോ ഒരു കുട്ടിയുണ്ട്. സ്വർഗവും കണ്ണിൽ നിറച്ച് അവൻ കാത്തിരിക്കുകയാണ്. ആരോടും സ്വന്തത്തോട് പോലും യാത്ര പറയാൻ നിൽക്കാതെ സ്ഫോടനത്തിൽ കത്തി അമർന്നു പോയ അവന്റെ പിതാവിനെ. നീ ഉണ്ടാക്കുന്ന എന്റെ പട്ടം പറന്നുയരുന്നത് കാണുമ്പോൾ ഒരു നിമിഷം അവൻ ചിന്തിക്കും, ഒരു മാലാഖ സ്നേഹം തിരികെ കൊണ്ടുവരുന്നെന്ന്. മനസ്സ് പൊള്ളിച്ചു. വാ, ഒരിടത്തുകൂടെ പോവാനുണ്ട്.
അതാണ് നമ്മുടെ ഹയയുടെ വീട്. ആ ഇരിക്കുന്നത് അവളുടെ ഉമ്മയും ഇളയ സഹോദരിയുമാണ്. മക്കളെ, എന്റെ മോള് സ്കൂളിൽ പോകുന്ന വഴിക്കാ ആ നീചന്മാർ മൃഗീയമായി കൊന്നു കളഞ്ഞത്. കുഞ്ഞു മക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നോണ്ടിരിക്കുക ആ ചെന്നായ്ക്കള്. മതി ഉമ്മ, കരഞ്ഞ് കരഞ്ഞ് പിന്നെ വയ്യാണ്ടാവും. ആവട്ടെ, എന്റെ പൊന്നുമോളെ പിച്ചു ചെയ്യുന്ന ആ കാട്ടാളന്മാരോട് മരണം വരെ ഉമ്മ പൊരുതും. ഇത് കണ്ടോ എന്റെ പൊന്നുമോള് എന്താ ഈ ഡയറിയിൽ എഴുതി വെച്ചെന്ന്? ഒന്ന് വായിച്ചു നോക്ക്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും എന്നും ഉറക്കമുണരുന്നത് വെടിയുച്ചയോ ബോംബ് വീഴുന്ന ഘോരമായ ശബ്ദമോ കേട്ടാണ്. വന്നു പതിക്കാവുന്ന മരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതും. ഏത് സമയത്തും അത് സംഭവിക്കാം. വൈകാതെ വന്നെത്താവുന്ന മരണം ഞാനും പ്രതീക്ഷിക്കുന്നു. എനിക്ക് മരണം സംഭവിച്ചാൽ താഴെ എഴുതിയതുപോലെ ഞാൻ ബാക്കി വെച്ചതെല്ലാം വിതരണം ചെയ്യണം. ഇത് എൻ്റെ വസിയത്താണ്. എൻ്റെ കയ്യിലുള്ള കാശ് 80 ഷക്കലാണ്. അതിൽ 45 ഷക്കൽ എൻ്റെ ഉമ്മാക്ക്, അനിയത്തി സീനത്തിന് 5 ഷക്കൽ, ഹാഷിമിന് 5, തീതാക്ക് 5, എളാമ ഹിബയ്ക്ക് 5, എളാമ മറിയമ്മിന് 5, മാമൻ അബൂദിന് 5, എളാമ സാറയ്ക്കും 5. എൻ്റെ കളിപ്പാട്ടങ്ങളും മറ്റു വസ്ത്രങ്ങളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്ക്, എൻ്റെ ചങ്കുകളായ എൻ്റെ പൊന്നനിയത്തി സീനയ്ക്കും, കൂട്ടുകാരികളായ റീമ, മിന്ന, അമൽ എന്നിവർക്കും. എൻ്റെ വസ്ത്രങ്ങൾ എളാപ്പാൻ്റെ പ്രിയമക്കൾക്ക്. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സംഭാവന കൊടുക്കണം. എൻ്റെ പാദരക്ഷകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും മുമ്പ് അവ കഴുകി വൃത്തിയാക്കാൻ മറക്കരുത്. നിൽക്കടി, എങ്ങോട്ടാ? ഇത് എന്റെ നാടാ. എന്നോട് എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കാൻ താൻ ആരാ? നിന്നെ എനിക്ക് വേണം. നിന്നെ എനിക്ക് വേണം. ജീവനോടെ ജീവനോടെ നിന്നെ എനിക്ക് വേണം. എനിക്ക് വേണം. എനിക്ക് നിന്നെ വേണം. Palestina!
ഫാത്തിമ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ? മോള് ഇക്കാന്റെ കയ്യിൽ ഒന്ന് പേരെഴുതിത്ത. ആദ്യം എനിക്ക് എഴുതിത്താ, ഞാനാ ഇക്കാക്കാനേക്കാളും മുമ്പേ പോവുക. അല്ല മോളെ, ഞാനല്ലേ മൂത്തത്, ഞാനാ ആദ്യം പോവുക. എന്റെ ബാപ്പ മരിക്കുമ്പോ എന്നോട് പറഞ്ഞതാ, മോള് വേഗം എന്റെ അടുത്തേക്ക് വരണമെന്ന്. ആരെങ്കിലും എനിക്കൊന്ന് പേരെഴുതി തരുമോ? ഇതെന്താ പരിപാടി? പേരെഴുതി വെക്കുക, മരിച്ചാൽ ആളെ തിരിച്ചറിയണ്ടേ? ഓഹോ, തിരിച്ചറിയ മാത്രാണോ ഇത്? അല്ല, ഇസ്രയേലിന്റെ തമ്മാടിപ്പട കൊന്നൊടുക്കുന്നത് പേരും വേരും ഊരുമുള്ള ഒരു ജനസമൂഹത്തെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കൂടിയാണ്. ജുമൈല, എന്താ സലാഹുദ്ദീൻ ഒരു ബേജാറ്? ഒരു ബോംബ് ബ്ലാസ്റ്റിംഗിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് പോയടോ. ഒന്നിനൽപ്പം ജീവനുണ്ട്. അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും? എനിക്കത് പറ്റില്ല മോളെ. എനിക്ക് പേടിയാവുന്നു. നീ ബേജാറാവല്ലേ, നിന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞു വളരുന്നുണ്ട്. നിങ്ങൾ ആ യുദ്ധഭൂമിയിലും ഞാനിങ്ങ് ഖത്തറിലുമാണെന്ന് ഓർക്കണം. ഞാൻ പിന്നെ വിളിക്കാടോ. ഈ കുഞ്ഞിനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നാം നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ ജീവനേക്കാൾ നാം വില കൽപ്പിക്കുന്നത് നമ്മുടെ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനാണ്. ആകാശത്തു നിന്നും തീമഴ പെയ്ത് നമ്മുടെ ജനപദങ്ങൾ തകർത്ത് സിവിലിയന്മാരെ കൊന്നൊടുക്കി വിജയഘോഷം മുഴക്കുന്ന അവരെക്കാൾ നെറികെട്ടവരില്ല. കരയുദ്ധം അവർക്ക് എളുപ്പമാവില്ല. ഒട്ടേറെ നഷ്ടങ്ങളും കഷ്ടതകളും സഹിച്ചാണ് തിന്മയുടെ ആ രാഷ്ട്രമോഹികൾ നമ്മെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. വിശുദ്ധ ഖുദ്സിന്റെ വിമോചനം സാധ്യമാക്കാൻ, ഈ നാടിനെ അധിനിവേശത്തിൽ നിന്നും കാത്തുരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജീവൻ ബലിയർപ്പിച്ചും പൊരുതിയേ മതിയാവൂ. അവരിന്ന് ഹമാസിന്റെ സ്ഥാപക നേതാവായ സ്വാലിഹുൽ അറൂറിയെയും വധിച്ചിരിക്കുന്നു. ആ മഹാന്റെ രക്തസാക്ഷിത്വം വിമോചന പോരാളികളെ പ്രചോദിപ്പിക്കുകയുള്ളൂ. സത്യം ജയിക്കും, മിഥ്യകൾ തകരും. മിഥ്യകൾ തകരാനുള്ളത് തന്നെയാണ്. അവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ജാഗ്രത. ഹലോ, ജുമൈല. സലാഹ്, ഇന്നലെ മുതൽ ഞാൻ എത്ര തവണ വിളിച്ചു,
കിട്ടുന്നില്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ് പൊന്നെ. എന്താ അവിടെ? സലാ, ഹലോ ഹലോ, സലാ സലാ സലാ. സലാ, നമുക്കൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു. നീ ആഗ്രഹിച്ച പോലെ ഒരു പൊന്നു മോൻ. സലാ സലാ, എന്താ ഒന്നും പറയാത്തത്? തേങ്ങുകയാണോ ഗതിയറ്റ് കേഴുകയാണോ? ഓ ഗസാനി തേങ്ങുകയാണോ ഗതിയറ്റ് കേഴുകയാണോ? പൊരുതി മരിക്കും നിന്റെ മക്കൾ പൊള്ളുന്ന പ്രാർത്ഥന തീർക്കുമ്പോൾ ഓ ഗസാനി തേങ്ങുകയാണോ? മഞ്ഞുകണങ്ങളിൽ ഇണമണഞ്ഞ് മരണ പൂക്കൾ വിരിയുമ്പോൾ മഞ്ഞുകണങ്ങളിൽ ഇണമണിഞ്ഞ് മരണ പൂക്കൾ വിരിയുമ്പോൾ മതിവരാതെ ഇണം നുണഞ്ഞ് ജൂതരാക്ഷസർ മേയുമ്പോൾ തരിച്ചു പോകരുതേ, നീ തളർന്നു പോകരുതേ. ഓ ഗസാനി തേങ്ങുകയാണോ ഗതിയറ്റ് കേഴുകയാണോ? ഓ ഗസാനി തേങ്ങുകയാണോ ഗതിയറ്റ് കേഴുകയാണോ? പൊരുതി മരിക്കും നിന്റെ മക്കൾ പൊള്ളുന്ന പ്രാർത്ഥന തീർക്കുമ്പോൾ ഓ ഗസാനി തേങ്ങുകയാണോ?
എന്തിനാ കരയുന്നേ? ഇല്ല മോളെ, ബാപ്പ കരയുന്നില്ല. മോക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം ഇതേപോലൊരു ദിവസം മോളുടെ ഉമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളും പടച്ചോന്റെ അടുക്കലേക്ക് യാത്രയായത്? അത് മറക്കാൻ പറ്റുമോ മോളെ? പറ്റില്ല പാപ്പ, നമുക്കത് മറക്കാനും പൊറുക്കാനും പറ്റില്ല പാപ്പ. കരയല്ലേ മോളെ, കരയല്ലേ. നമ്മൾ കരയരുത്. നിനക്കറിയോ, 7.5 പതിറ്റാണ്ടുകളായി ഈ നാടിന്റെ മക്കൾ അധിനിവേശ സയനിസ്റ്റ് ഭീകരർക്കെതിരെ ചെറുത്തും പൊരുതിയും നിൽക്കുകയാണ്. അതിനിടയിൽ നമുക്കെന്ന പോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് എണ്ണമറ്റ വിലപ്പെട്ട മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അനവധി ആളുകൾ ഗുരുതരമായ പരുക്കുകളേറ്റ് കിടപ്പിലായി പോയിട്ടുണ്ട്. മഞ്ഞുപൂക്കളെ പോലെ എത്രയെത്ര കുരുന്നുകൾ ഈ മണ്ണിൽ പിടഞ്ഞു വീണു മരിച്ചിട്ടുണ്ടെന്നറിയോ മോക്ക്? സ്വപ്നങ്ങളും ജീവിതാഭിലാഷങ്ങളുമുള്ള മനുഷ്യരാണ് നമ്മളെന്ന് ഈ ശപിക്കപ്പെട്ട ജൂതക്കൂട്ടം ചിന്തിക്കുന്നില്ല. അവരെന്താ പാപ്പ ഇങ്ങനെ? അവരും മനുഷ്യരല്ലേ? നമ്മുടെ നാട്ടില് നമുക്ക് ജീവിക്കണ്ടേ? മരിക്കാൻ മാത്രമുള്ളതാണോ ഈ നാട്? മോളെ, അവർക്ക് കൊടിയ ഹിംസയുടെയും അതിക്രമങ്ങളുടെയും ചരിത്രമേ ഉള്ളൂ. നൂറ്റാണ്ടുകൾ നീണ്ട വഞ്ചനയും വംശീയതയും കുതന്ത്രങ്ങളും കൈമുതലായുള്ള അബദ്ധസഞ്ചാരങ്ങളുടെയും കടന്നുകയറ്റങ്ങളുടെയും ചരിത്ര പാരമ്പര്യം. എന്റെ ഉമ്മാനെയും കൂടപ്പിറപ്പുകളെയും ക്രൂരമായി കൊന്നുകളഞ്ഞ ഇസ്രായേലിയരോട് എനിക്ക് അറുപ്പും വെറുപ്പും തോന്നുന്നു പാപ്പ. എനിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടില്ലേ പാപ്പ? എനിക്ക് കരയാതിരിക്കാനാവുന്നില്ല പാപ്പ. കരയല്ല മോളെ, കരയല്ല. നമുക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവവചനങ്ങൾ ഉദ്ധരിച്ച് പള്ളിയിൽ ഉസ്താദ് പറയുന്നത് മോള് കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കുറിച്ച് മരിച്ചവരെന്ന് പറയാൻ പാടില്ല, അവർ അവരുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന്. അപ്പോ എന്റെ ഉമ്മയും ഇക്കാക്കമാരും ഇത്താത്തമാരും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? നമുക്ക് അവരെ കാണാൻ പറ്റുമോ പാപ്പ? മോളെ, അവരുടെ ആത്മാക്കൾ പടച്ച റബ്ബിന്റെ സവിധത്തിൽ പച്ചക്കിളികളായി പറന്നുല്ലസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമ്മൾ മരിച്ചു ചെല്ലുമ്പോ നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ അവരോടി വരും മോളെ, ഓടി വരും. അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് വാ.
പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടങ്ങളും അവസാനിപ്പിക്കില്ല. അവശേഷിക്കുന്ന കരളിന്റെ കഷ്ടം എന്റെ മോൾ എത്ര വേഗത്തിലാണമ്മേ രക്തസാക്ഷിത്വത്തിലേക്ക് പറന്നുപോയത്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഈ കുഞ്ഞു രക്തസാക്ഷിയുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം സാക്ഷി. ഫലസ്തീൻ മണ്ണിന്റെ വിമോചനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും, 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 പൊരുതിക്കൊണ്ടേയിരിക്കും. ദൃശ്യശ്രാവ്യ ആവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. സംവിധാനം സിദ്ദിഖ് വടകര, രചന TK അലി പൈങ്ങോട്ടായി, സംഗീതം സമദ് അമാസ്, അവതരണം അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ഓമശ്ശേരി, വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും. താങ്ക് ഒരു നിറഞ്ഞ കയ്യടി ആവശ്യമാണ്. താങ്ക് യു.